പിറ്റേന്ന് രാവിലെ ദക്ഷയുടെ റിസൾട്ട് വരുന്ന ദിവസമാണിന്ന്. രാവിലെ പത്രമിടാൻ വന്നയാൾ ഗേറ്റിൽ കൊണ്ടിട്ട പത്രവും എടുത്ത് കാശി ഹാൾ ഭാഗത്തേക്ക് നടന്നു. പത്രം നിവർത്തി നോക്കിയ അവൻ്റെ കണ്ണുകൾ ഒരു നിമിഷം ആ പേജിൽ തന്നെ തങ്ങി നിന്നു. ഉയർന്ന മാർക്കോടെ ഫസ്റ്റ് റാങ്ക് നേടിയ പാസ്സായ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ ദക്ഷയുടെ ഫോട്ടോവും വലിയ അക്ഷരത്തിൽ പേരുമുണ്ടായിരുന്നു. ആ ഫോട്ടോ കണ്ടതും അറിയാതെ കാശിയുടെ ചുണ്ടിൽ ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. ഉള്ളിലുടഞ്ഞു പോയ പകയുടെ കനലുകൾക്കിടയിലൂടെ ആദ്യമായി അവൻ്റെ ഉള്ളിലേക്ക് ഒരു തണുത്ത കാറ്റ് വീശി അടിക്കുന്നത് പോലെ അവന് തോന്നി. അവൻ ആ സന്തോഷ വാർത്ത അവളോട് പറയാനായി മുറ്റത്തേക്ക് കണ്ണുകൾ ഓടിച്ചു. ദക്ഷയെ അവിടെ എങ്ങും കണ്ടില്ല. അവളെ കാണാനായി അവൻ പതുക്കെ ഉമ്മറത്തേക്ക് നടന്നു ചെന്നു. അപ്പോഴാണ് പുറത്തുനിന്നും വളരെ മനോഹരമായ കൊഞ്ചൽ ശബ്ദം അവൻ്റെ കാതുകളിൽ പതിച്ചത്. അവൻ പതുക്കെ ഉമ്മറപ്പടിക്ക് പിന്നിൽ നിന്ന് അങ്ങോട്ട് നോക്കി. അവിടെ പടവുകളിൽ ഇരുന്ന് ഒരു പൂച്ച പ്രസവിച്ചിട്ട് പോയ 4 കുഞ്ഞുങ്ങളെ തൻ്റെ മടിയിൽ വെച്ച് കളിപ്പിക്കുകയായിരുന്നു ദക്ഷ. തലേ ദിവസം വരെ കനത്ത സങ്കടത്തിൽ മുങ്ങിയിരുന്ന അവൾ ആ പൂച്ച കുഞ്ഞുങ്ങളോട് വർത്തമാനം പറഞ്ഞ് കുട്ടിത്തത്തോടെ ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പുറത്ത് അടുക്കള ഭാഗത്തു നിന്ന് പാറൂമ്മ വിളിച്ച് പറയുന്നത് കേൾക്കാം. മോളെ ദച്ചു, അതിനെയൊക്കെ അകത്തേക്ക് കയറ്റിയ കാശി വഴക്ക് പറയിട്ടോ. നമുക്ക് പിന്നെ അതിറ്റങ്ങളെ പിന്നാലെ നടക്കാനേ നേരം കാണൂ. പാറൂമ്മയുടെ ആ മുന്നറിയിപ്പ് കേട്ടതും ദക്ഷ പൂച്ചക്കുഞ്ഞിൻ്റെ മൂക്കിൽ പതുക്കി തൊട്ടുകൊണ്ട് കൊഞ്ചലോടെ പറഞ്ഞു. അയ്യോ, എൻ്റെ റിബൽ കാശിനാഥൻ കാണാതെ ഞാൻ നിങ്ങളെ നോക്കിക്കോളാട്ടോ. അവൾ തന്നെ കുറിച്ച് പറയുന്നത് കേട്ട് മറന്നു നിന്ന് കാശിയുടെ മുഖത്ത് വീണ്ടും ആ പഴയ പുഞ്ചിരി കൂടുതൽ തെളിഞ്ഞു വന്നു. സ്വന്തം അച്ഛനോടുള്ള വെറുപ്പും സങ്കടവും ഉള്ളിലൊതുക്കി തൻ്റെ കൂടെ ജീവിക്കാൻ ഉറപ്പിച്ച ആ പെൺകുട്ടിയോട് കാശിയുടെ മനസ്സിൽ ആദ്യമായി സ്നേഹവും അലിയാൻ തുടങ്ങിയിരുന്നു. പത്രത്തിൽ അവളുടെ ചിത്രവും പൂച്ചക്കുഞ്ഞുങ്ങളോടുള്ള ആ കൊഞ്ചലും കണ്ടപ്പോൾ കാശിക്ക് ഒരു കാര്യം ഉറപ്പായി. വേദനകളുടെ നടുവിലും അവൾ ആ പഴയ ദക്ഷയായി മാറാൻ തുടങ്ങിയിരിക്കുന്നു. അവൻ പതുക്കെ പത്രവും പിടിച്ച് ഉമ്മറത്തേക്ക് നടന്നു ചെന്നു. കാശി വരുന്നതിൻ്റെ അടിയൊച്ച കേട്ടതും ദക്ഷ പെട്ടെന്ന് പൂച്ചക്കുഞ്ഞുങ്ങളെ താഴെ വെച്ച് പേടിയോടെയും ഗൗരവത്തോടെയും എഴുന്നേറ്റ് നിന്നു. അവളുടെ മുഖത്തെ ആ കുട്ടിത്തമെല്ലാം നിമിഷ നേരം കൊണ്ട് മാഞ്ഞു. കാശി അത് കണ്ടതായി ഭാവിക്കാതെ പത്രം അവളുടെ നേർക്ക് നീട്ടി. ദാ ഇത് നോക്ക്. ദക്ഷ വിറക്കുന്ന കൈകളോടെ പത്രം വാങ്ങി നോക്കി. പത്രത്തിലെ സ്വന്തം പടവും ഫസ്റ്റ് റാങ്ക് നേടിയ വാർത്തയും കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. അറിയാതെ അവളുടെ ചുണ്ടിൽ ഒരു സന്തോഷം വിരിഞ്ഞെങ്കിലും കാശിയുടെ മുന്നിൽ നിൽക്കുന്നതോർത്ത് അവൾ ആ സന്തോഷം ഉള്ളിലൊതുക്കി. കൊള്ളാം, നല്ല മാർക്കുണ്ട്, കാശി വളരെ തണുപ്പൻ മട്ടിൽ പറഞ്ഞു. എന്നിട്ട് അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ഗൗരവത്തിൽ തുടർന്നു. റാങ്കൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ഇനി നിനക്ക് വേണമെങ്കിൽ ഉപരിപഠനത്തിന് പോകാം. ബാംഗ്ലൂരിലോ ഡൽഹിയിലോ ഉള്ള നല്ല കോളേജിൽ ഞാൻ അഡ്മിഷൻ ശരിയാക്കി തരാം. ഇവിടെ ഈ വിജനമായ ബംഗ്ലാവിൽ എൻ്റെ ഈ തടവറയിൽ എന്നെ സഹിച്ചു നിൽക്കേണ്ട ഒരു കാര്യവും നിനക്കില്ല. കാശിയുടെ ആ വാക്കുകൾ കേട്ടതും ദക്ഷയുടെ മുഖത്തെ സന്തോഷമെല്ലാം നിമിഷ നേരം കൊണ്ട് മാഞ്ഞുപോയി. അവൾ ഒന്നും മിണ്ടാതെ ആ പേപ്പർ കയ്യിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. അവളിലെ ആ ഭാവവ്യത്യാസം അവൻ കാണുന്നുണ്ടായിരുന്നു. അവൾ പോയ വഴിയെ നോക്കി അവനൊന്ന് പതുക്കി പുഞ്ചിരിച്ചു. ആ നിമിഷം കാശിയുടെ കണ്ണുകളിൽ പകയോ വെറുപ്പോ ഉണ്ടായിരുന്നില്ല. പകരം അതിരിറ്റ സ്നേഹവും ബഹുമാനവും മാത്രമായിരുന്നു. അവൾ നേരെ പോയത് പാറൂമ്മയുടെ അരികിലേക്കായിരുന്നു. പാറൂമ്മേ, ഇതൊന്ന് നോക്കിക്കേ. എന്താ കുഞ്ഞേ? അവർ ആകാംക്ഷയോടെ അവളുടെ കയ്യിലുണ്ടായിരുന്ന പേപ്പറിലേക്ക് തന്നെ നോക്കി. അവർ അത് കണ്ടതും സന്തോഷം സഹിക്കാൻ കഴിയാതെ ദക്ഷയെ കെട്ടിപ്പിടിച്ച് അവളുടെ നെറുകയിൽ ആഴത്തിൽ ഉമ്മ വെച്ചു. എൻ്റെ കുട്ടി മിടുക്കിയാണ്, എൻ്റെ കുഞ്ഞിന് നല്ലതേ വരൂ. ദക്ഷയുടെ ഉള്ളിൽ കാശി നേരത്തെ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. പാറുമ്മേ, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പോവാണോ? അവൾ കണ്ണിൽ കണ്ണുനീർ നിറച്ചുകൊണ്ട് ചോദിച്ചു. എന്തപ്പ ഇങ്ങനൊരു തോന്നൽ? അവൻ നിന്നോട് അങ്ങനെ പറഞ്ഞു? ഇല്ല, എന്നാലും അതൊന്നും നീ ഇപ്പം ആലോചിക്കണ്ട. ദക്ഷ മുഖത്ത് വരുത്തിയ പുഞ്ചിരിയോടെ പാറുമ്മയുടെ കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് പതുക്കെ ചോദിച്ചു. പാറുമ്മേ, ഞാനൊരു കാര്യം പറഞ്ഞ പാറുമ്മ അദ്ദേഹത്തോട് ചെന്ന് സമ്മതം ചോദിക്കുമോ? പാറുമ്മ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, ഇനി അടുത്തെന്താന്നാവോ? ഒന്ന് പോ പാറുമ്മേ, ഞാൻ കാര്യത്തിൽ പറയുന്നേ. പാറുമ്മ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞു. എന്താ മോളെ, നീ പറ, എന്ത് കാര്യമായാലും ഞാൻ കാശിയോട് ചോദിക്കാം. ദക്ഷ പതുക്കെ തല താഴ്ത്തി വിളക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. നമുക്ക് ഇന്ന് അമ്പലത്തിലൊന്ന് പോയാലോ പാറുമ്മേ? എനിക്ക് ഇന്ന് പോകാനൊരു ആഗ്രഹം തോന്നി, അതുകൊണ്ടാ. ഇനി അവർ സമ്മതിച്ചില്ലെങ്കിൽ വേണ്ടാട്ടോ. ദക്ഷയുടെ ആഗ്രഹം കേട്ടതും പാറുമ്മ ഒരു നിമിഷം ആലോചിച്ച് നിന്നു. ദക്ഷയുടെ കണ്ണുകളിലെ ആഗ്രഹവും പ്രതീക്ഷയും അവർ കണ്ടു. പാറുമ്മ ദക്ഷയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ദച്ചുട്ടി, അവൻ സമ്മതിച്ചില്ലെങ്കിൽ എൻ്റെ മോൾക്ക് വിഷമമാകില്ലേ? അവൻ്റെ അമ്മയും അച്ഛനും മരിച്ചതിന് ശേഷം അവൻ അമ്പലത്തിലും ദൈവത്തിലും ഒന്നും വലിയ വിശ്വാസമില്ല മോളെ. പാറുമ്മയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ ദക്ഷയുടെ മുഖമൊന്നും പാടി. കാശിയുടെ ഉള്ളിലെ മായാത്ത ആ പഴയ മുറിവുകൾ അവൾ വീണ്ടും ഓർത്തു. പക്ഷേ എന്നെ ഇതുവരെ എതിർത്തിട്ടില്ല കേട്ടോ. ഞാൻ മുടങ്ങാതെ അമ്പലത്തിലേക്ക് പോകും. ദക്ഷയുടെ സങ്കടം കണ്ട പാറുമ്മ വേഗം അവളുടെ കയ്യിൽ പിടിച്ച് ആശ്വസിപ്പിച്ചു. മോൾ സങ്കടപ്പെടണ്ട, ഞാൻ എന്തായാലും അവനോടൊന്ന് സംസാരിച്ചു നോക്കാം. പാറുമ്മ പതുക്കെ മുകളിലേക്ക് ചെന്ന് കാശിയുടെ മുറിയിലെ മുന്നിൽ നിന്നു. കാശി തൻ്റെ ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാശി,
പാറുമ്മ പതുക്കെ വിളിച്ചു. എന്താ പാറുമ്മ? അവൻ തലയുയർത്തി നോക്കി. ഞാനൊരു കാര്യം പറഞ്ഞ മോൻ കേൾക്കുമോ? വളരെ സൗമ്യമായി പറഞ്ഞു. ആദ്യം കാര്യം പറ പാറുമ്മേ, എന്നിട്ട് ആലോചിച്ചാൽ പോരെ? അവനൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനും തെച്ചുവും കൂടി അമ്പലത്തിലേക്കൊന്ന് പോയിട്ട് വരട്ടെ. വേഗം വന്നോളാം. മോൾക്ക് നല്ല ആഗ്രഹമുണ്ട്. മോന് സമ്മതമാണെങ്കിൽ മതി കേട്ടോ. അവൻ എന്തോ ആലോചിച്ച് കിടന്നു. എന്നിട്ട് അവൻ പതുക്കെ എഴുന്നേറ്റു. അവളോട് റെഡിയാവാൻ പറ പാറുമ്മേ, ഞാൻ കൊണ്ടുവിടാം. ഈ നേരത്തെ തനിയെ പോവണ്ട. പാറുമ്മയുടെ മുഖത്ത് വലിയ സന്തോഷം വിരിഞ്ഞു. അവർ വേഗം താഴേക്ക് ഓടിച്ചെന്ന് ദക്ഷയോട് കാര്യം പറഞ്ഞു. ദിച്ചുട്ടി, അവൻ സമ്മതിച്ചു മോളെ, വേഗം റെഡിയാകെ. അവൻ നമ്മളെ കൊണ്ടുവിടാന്നും പറഞ്ഞു. കുറെ നാളുകൾക്ക് ശേഷമാണ് ദക്ഷ ആ വലിയ വീടിന്റെ 4 ചുവരുകൾക്കു നിന്നും പുറത്തിറങ്ങാൻ ഒരുങ്ങുന്നത്. വീട്ടിലെ അടച്ചിട്ട മുറികളിലെ സങ്കടങ്ങൾക്കും ഏകാഗ്രതയ്ക്കും ശേഷം ആദ്യമായി പുറത്തേക്ക് പോകുന്നതിന്റെ വലിയൊരു സന്തോഷം അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. ദൈവത്തിന് നന്ദി പറയാൻ പോകുന്നതിന്റെ സന്തോഷം അവളിൽ നിറഞ്ഞു നിന്നു. ഭംഗിയായി ഒരുങ്ങി ഒരു സെറ്റ് സാരി ഉടുത്ത് മുടി പിന്നിക്കെട്ടി അവൾ പതുക്കെ താഴേക്ക് ഇറങ്ങി വന്നു. ഉമ്മറത്ത് നിൽക്കുകയായിരുന്ന കാശി ഇറങ്ങി വരുന്ന ദക്ഷയെ കണ്ടതും ഒരു നിമിഷം അവിടെ തന്നെ നിന്നുപോയി. എന്നാൽ അവന്റെ കണ്ണുകൾ പതുക്കെ അവളുടെ കഴുത്തിലേക്ക് നോക്കി. താൻ അന്ന് വാശിപ്പുറത്ത് അവളുടെ കഴുത്തിൽ കെട്ടിയ ആ താലി ആരും കാണാതിരിക്കാൻ മറച്ചു വെച്ചിരിക്കുന്നു. അഴിച്ചു കളയാൻ ഒരുപാട് അവസരമുണ്ടായിട്ടും അവൾ അത് ചെയ്തിട്ടില്ല എന്നോർക്കുമ്പോൾ അവന്റെ ഉള്ളൊന്ന് പിടഞ്ഞു. അവൾ അതിനെ വളരെ പവിത്രമായിട്ട് തന്നെയാണ് കാണുന്നതെന്ന സത്യം കാശി തിരിച്ചറിഞ്ഞു. കാശിയുടെ ഉള്ളിൽ എന്തോ ഒരു നൊമ്പരം പടർന്നു. താൻ അവളോട് ചെയ്തിരുന്നത് വെറും ക്രൂരതകൾ മാത്രമായിരുന്നു. എങ്കിലും തന്നോടുള്ള ബഹുമാനം ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്ന അവളുടെ ആ വലിയ മനസ്സുമോർത്ത് അവന്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു. അമ്പലത്തിലെത്തിയപ്പോൾ കാശിപ്പുറത്തെ നടപ്പാതയിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. പാറുമ്മയും ദക്ഷയും അകത്തേക്ക് നടന്നു. ദീപാരാധന കഴിഞ്ഞ് പൂജാരി നട തുറന്ന് പാറുമ്മയുടെ കയ്യിലേക്ക് പ്രസാദം നീട്ടി. അപ്പോഴാണ് പാറുമ്മയുടെ കൂടെ കണ്ടു പരിചയമില്ലാത്ത ദക്ഷയെ അദ്ദേഹം ശ്രദ്ധിച്ചത്. പൂജാരി പുഞ്ചിരിയോടെ ചോദിച്ചു, പാറുമ്മയുടെ കൂടെ ഇന്നൊരു പുതിയ ആളുണ്ടല്ലോ, ആരാ ഇത്? പാറുമ്മ ഒരു നിമിഷം ഒന്ന് മടിച്ചു. എങ്കിലും മുഖത്ത് വലിയൊരു സന്തോഷത്തോടെ അവർ പറഞ്ഞു, അത് കാശി വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് തിരുമേനി. ആണോ? നല്ല കുട്ടി, ദൈവം അനുഗ്രഹിക്കട്ടെ. അവളുടെ ആ വാക്കുകൾ അവളുടെ ഉള്ളിലേക്ക് ആഴത്തിൽ കയറി. അവൾ ആരും കാണാതിരിക്കാൻ മറച്ചു വെച്ച താലിയിൽ പതുക്കെ പിടിച്ചു. താൻ ഇഷ്ടപ്പെടാതെ തൻ്റെ കഴുത്തിൽ കെട്ടിയ താലിയാണെങ്കിലും എപ്പോഴോ ഇതിനോടുള്ള പ്രണയം തോന്നി തുടങ്ങിയിരിക്കും. അതേസമയം പുറത്തു നിൽക്കുന്ന കാശി ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. അവൻ തൂണിനോട് ചേർന്ന് നിന്ന് ശാന്തമായ അന്തരീക്ഷത്തിലേക്ക് കണ്ണും നട്ടു നിൽക്കുകയായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് വന്ന ദക്ഷ പ്രണയത്തോടെ അവനെ തന്നെ നോക്കി നിന്നു. അമ്പലത്തിൽ നിന്ന് തിരികെ വീട്ടിലേക്കുള്ള യാത്രയിൽ കാശിയെ ദക്ഷ അവന്റെ മുഖത്തേക്ക് ഇടയ്ക്കിടെ നോക്കുന്നുണ്ടായിരുന്നു. ദക്ഷയുടെ ഉള്ളിൽ ഇപ്പോൾ പ്രണയം മുട്ടിട്ടു തുടങ്ങിയിരിക്കുന്നു. തന്നെ വേദനിപ്പിച്ച കാശിനാഥൻ ഇപ്പോൾ തനിക്കായി കരുതലുകൾ കാണിക്കുന്ന ഒരു സ്നേഹനിധിയായ കാശിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന സത്യം അവളുടെ സന്തോഷത്തെ കൂടുതൽ മനോഹരമാക്കിയിരുന്നു. അവന്റെ ഓരോ ഭാവമാറ്റങ്ങളും അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ പ്രണയം അവന്റെ ചുണ്ടുകളിൽ തെളിയുന്ന ചെറുപുഞ്ചിരിയിൽ നിന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവൾക്ക് അവനോട് കൂടുതൽ അടുക്കണം എന്ന് തോന്നി. പക്ഷേ ഡ്രൈവിങ്ങിലായിരുന്ന കാശിയുടെ മനസ്സ് തികച്ചും വ്യത്യസ്തമായ ഒരു ലോകത്തായിരുന്നു. ദക്ഷ തന്നിലേക്ക് അടുത്തു വരുന്നത് അവൻ അറിയുന്നുണ്ട്. എന്നാൽ അവൻ മനഃപൂർവ്വം അകലം പാലിക്കാൻ ശ്രമിക്കുന്നു. ദക്ഷ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടാകാം, പക്ഷെ നിന്റെ ഈ ഭാവി എൻ്റെ ഈടുണ്ട ജീവിതത്തിൽ തകരാൻ ഞാൻ സമ്മതിക്കില്ല. എന്നെപ്പോൾ ഒരു റിബലിൻ്റെ കൂടെ നിന്നാൽ നിന്റെ സ്വപ്നങ്ങൾ കരിഞ്ഞു പോകും. നിനക്ക് ഉയരങ്ങളിലേക്ക് പറക്കണം. അതിന് ഞാനൊരു തടസ്സമാകാൻ പാടില്ല. കാർ ആ വലിയ വീടിൻ്റെ ഗേറ്റ് കടന്നു വന്നു. മുറ്റത്തേക്ക് വണ്ടി നിർത്തി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. ദക്ഷ കാശിയെ നോക്കി പുഞ്ചിരിച്ചു. ദക്ഷയെ നോക്കാതെ അവൻ അകത്തേക്ക് നടന്നു. അവൻ്റെ ആ ഒഴിഞ്ഞുമാറ്റം കണ്ട് ദക്ഷയുടെ മുഖമൊന്ന് വാടി. കാശിക്ക് ഇപ്പോഴും തന്നോടുള്ള പഴയും ദേഷ്യവും പകയും ഇന്നും അതേപടി ബാക്കിയുണ്ടോ? അതാണോ അവൻ തന്നോടൊരകലം പാലിക്കുന്നത്? തൻ്റെ അച്ഛൻ ചെയ്ത തെറ്റിൻ്റെ നിഴൽ വീണ്ടും തങ്ങൾക്കിടയിൽ ഒരു മറയായി നിൽക്കുകയാണോ? തന്നോട് ഇതുവരെ കാണിച്ച സ്നേഹവും കരുതലും വെറും തൻ്റെ തോന്നലായിരുന്നോ എന്ന സംശയം അവളുടെ ഉള്ളിൽ സങ്കടത്തിൻ്റെ കനൽ കൂരിയിട്ടു. താൻ സ്നേഹത്തോടെ ഒന്ന് അടുത്തു വരാൻ നോക്കുമ്പോഴൊക്കെ അവൻ അകലേക്ക് മാറി നിൽക്കുന്നത് തൻ്റെ അച്ഛനോടുള്ള ദേഷ്യം തന്നോട് തീർക്കുന്നത് കൊണ്ടാണെന്ന് അവൾ വെറുതെ തെറ്റിദ്ധരിച്ചു. തൻ്റെ ഭാവിക്കായി അവനുള്ളിൽ കടിച്ചമർത്തുന്ന ആ സ്നേഹവും കുറ്റബോധവുമാണ് ഇതിന് പിന്നിലെന്നറിയാതെ അവനോടൊന്ന് തുറന്ന് സംസാരിക്കാൻ കഴിയാതെ അവൾ ആ വിഷമം ഉള്ളിലൊതുക്കി മുറിയിലേക്ക് കയറിപ്പോയി. പാറുമ്മയും ദക്ഷയും ഉമ്മറത്ത് വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് കാശിയുടെ ജീപ്പ് മുറ്റത്തേക്ക് വന്നു നിന്നത്. ജീപ്പിൽ നിന്നിറങ്ങി ഉമ്മറത്തേക്ക് നടന്നു വന്ന അവൻ്റെ കയ്യിൽ ഒരു സ്വീറ്റ്സ് ബോക്സ് ഉണ്ടായിരുന്നു. പതിവില്ലാത്ത ഈ കാഴ്ച കണ്ട് ദക്ഷയും പാറുമ്മയും അമ്പരപ്പോടെ അവനെ നോക്കി. കാശി ഒന്നും മിണ്ടാതെ ആ ബോക്സ് പാറുമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് അകത്തേക്ക് കയറാനാഞ്ഞു. പാറുമ്മയ്ക്ക് കാര്യം മനസ്സിലായെങ്കിലും അവൻ്റെ നാവിൽ നിന്നും തന്നെ അത് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട് അവർ അവനെ വിളിച്ചു ചോദിച്ചു, കാശി മോനെ, ഇതെന്താ പതിവില്ലാത്തൊരു മധുരം? കാശി ഒരു നിമിഷം അവിടെ തന്നെ നിന്നു. അവൻ തിരിഞ്ഞു നോക്കാതെ ഒരു ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞു, അത് പിന്നെ റാങ്കൊക്കെ വാങ്ങിയതല്ലേ,
അപ്പോൾ ഇത്തിരി മധുരമാവാമെന്ന് കരുതി. അത്രയും പറഞ്ഞ് അവൻ അകത്തേക്ക് നടന്നുപോയി. കാശിയുടെ ആ വാക്കുകൾ കേട്ടതും പാറുവമ്മയുടെ മുഖത്ത് സന്തോഷം കൊണ്ട് വലിയൊരു പുഞ്ചിരി വിരിഞ്ഞു. ദക്ഷയാകട്ടെ അവൻ്റെ ആ വാക്കുകൾ കേട്ട് വിശ്വസിക്കാൻ കഴിയാതെ നാണത്തോടെ കണ്ണുകൾ താഴ്ത്തി. പാറുവമ്മ വേഗം ആ ബോക്സ് പൊട്ടിച്ച് ഒരു മധുരമെടുത്ത് ദക്ഷയ്ക്ക് നൽകി. അപ്പോഴേക്കും വസ്ത്രം മാറി പുറത്തേക്ക് വന്ന കാശിയോട് പാറുവമ്മ പറഞ്ഞു, കാശി, നീയും കൊടുക്ക് ഇവൾക്ക് കുറച്ച് മധുരം. കാശി പതുക്കെ അവരുടെ അരികിലേക്ക് നടന്നു വന്നു. അവൻ ആ ബോക്സിൽ നിന്നും ഒരല്പം മധുരം കയ്യിലെടുത്തു. ദക്ഷ വിറക്കുന്ന ഹൃദയത്തോടെ തലയുയർത്തി അവനെ നോക്കി. കാശി പതുക്കെ കുനിഞ്ഞ് അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ആ മധുരം ദക്ഷയുടെ വായിൽ വെച്ചു കൊടുത്തു. ദക്ഷയുടെ മിഴികൾ നിറയുന്നുണ്ടായിരുന്നു. കാശിയുടെ വിരലുകൾ തൻ്റെ ചുണ്ടിൽ തട്ടിയപ്പോൾ ആ നിമിഷം ദക്ഷയുടെ ഉള്ളിലൂടെ എന്തോ ഒരു അപരിചിതമായ അനുഭൂതി കടന്നുപോയി. തന്നോട് ദേഷ്യമാണെന്ന് കരുതിയ സ്ഥാനത്ത് അവൻ്റെ കൈകളിൽ നിന്ന് കിട്ടിയ ആ ആദ്യത്തെ മധുരം അവളുടെ ഉള്ളിലെ പ്രണയത്തെ കൂടുതൽ ആഴമുള്ളതാക്കി മാറ്റി. പെട്ടെന്ന് കാശിയുടെ ഫോൺ ഉച്ചത്തിൽ ശബ്ദിച്ചു. അവൻ ദക്ഷയുടെ കണ്ണുകളിൽ നിന്നും കണ്ണെടുത്ത് പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് നോക്കി. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ടതും അവൻ വേഗം കോൾ എടുത്തു. ഹലോ. മറുവശത്ത് നിന്ന് കേട്ട വാർത്ത കേട്ട് കാശിയുടെ മുഖത്തെ ആ ചെറിയ പുഞ്ചിരി മാഞ്ഞു. അവൻ്റെ കണ്ണുകൾ വലിയ ഭയത്തോടെ വിടർന്നു. കാശി, ഉണ്ണിയെ കാണാനില്ല. അവൻ എങ്ങോട്ട് പോയെന്നോ എന്ത് ചെയ്തെന്നോ ആർക്കും ഒരു വിവരവുമില്ല. മറുവശത്ത് നിന്നും കനത്ത ശബ്ദത്തിൽ പറഞ്ഞു. ഫോൺ കട്ടാക്കി കാശി ധരിച്ചു നിന്നു. അവൻ്റെ നെഞ്ച് വേഗത്തിൽ ഇടിക്കാൻ തുടങ്ങിയിരുന്നു. കാശി പതുക്കെ തിരിഞ്ഞു നോക്കി. മുന്നിൽ ചുണ്ടിൽ മധുരവും മനസ്സിൽ നിറയെ സന്തോഷവുമായി നിറഞ്ഞ മിഴികളോടെ തന്നിലേക്ക് നോക്കി നിൽക്കുന്ന ദക്ഷ. അവളെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്നോർത്ത് കാശിയുടെ ഉള്ളിൽ വലിയൊരു ഭയം വന്നു മൂടി.